ഗൈസ്, നമ്മളിപ്പോൾ കണ്ടശങ്കട നിന്ന് കുറുക്കഞ്ചേരിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് നമ്മൾ വടക്കുന്നാഥനിൽ വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പോണ വഴിക്കാണ് നമ്മുടെ കപ്പൽ പള്ളി. ഇതാണ് കേട്ടോ കപ്പൽ പള്ളി. കപ്പലിൻ്റെ ഷേപ്പാണ് ഈ പള്ളിക്ക്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇത് എറവിലാണ് കേട്ടോ ഈ കപ്പൽ പള്ളി ഉള്ളത്. അങ്ങനെ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടു ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സ്വത്ത് ഫ്രണ്ടിലിരിക്കുകയാണ്. ബാക്കി തക്കുടും നീതിയും നല്ല ഉറക്കം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം തൃശ്ശൂരെത്തി വടക്കുന്നാഥൻ്റെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ റൗണ്ടിലേക്ക് കടക്കാണ്. നല്ല ബ്ലോക്കാണ് കേട്ടോ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നല്ല സൂപ്പർ ബ്ലോക്കാണ്. ഇതാണ് നമ്മുടെ നെഹ്റു പാർക്ക്. നല്ല തിരക്കാണ് കേട്ടോ പാർക്കിൽ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഒരു ദിവസം സ്വത്തും നിതിനെയും കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല തിരക്കിലൂടെ പോവുകയാണ്. പിന്നെ നമ്മുടെ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നല്ല സൂപ്പർ ബ്ലോക്കാണ്. അങ്ങനെ ബ്ലോക്കിൽ കൂടെ പോവുകയാണ്. തക്കുടു നല്ല ഉറക്കമാണ്. നിധിയും കാറ് കയറിയപ്പോട്ടിട്ട് നിധി നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ബ്ലോക്ക് ഇങ്ങനെ ഇപ്പം നീങ്ങുമെന്ന് വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ അവിടെ എത്തി നോക്കിയപ്പോൾ ഉണ്ട് നല്ല തിരക്ക്. അപ്പോൾ പോണോ അതോ തിരിച്ച് വീട്ടിലേക്ക് കുറുക്കഞ്ചേരിക്ക് പോയോ മതിയോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഏട്ട് പറഞ്ഞു ഇത്ര വരെ എത്തിയതില്ല, എന്തായാലും ഇനി പൂക്കളം കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് അച്ഛൻ സ്വത്തും നിധിനെയും കൊണ്ട് നടക്കുകയാണ്. തക്കുടൂന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കുടൂന് ഞാൻ എടുത്ത് ഇങ്ങനെ നടക്കണുണ്ട്. അപ്പോൾ ഐസ്ക്രീം കട, പക്ഷെ നല്ല പനിയും ചുമയായതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചില്ല. ഈ ലൈറ്റ് കാണുന്ന നല്ല ബജ്ജി കടയാണ് കേട്ടോ, അതും മേടിച്ചില്ല. ചുമയുള്ളതുകൊണ്ട് അതൊന്നും മേടിച്ച് ഞങ്ങൾ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേ നല്ല തിരക്ക്. പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റാവോ എന്ന് വിചാരിച്ചു. അതോ അവിടെ ഉള്ള ചട്ടികൾ കണ്ടിട്ട് തിരിച്ചു പോവേണ്ടി വരുമോ എന്ന് വിചാരിച്ചു കേട്ടോ. നിറയെ ചട്ടികളുണ്ട്. അപ്പോൾ ഏട്ടു പറഞ്ഞു എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് സ്വത്തും നിധിനെയും പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ കാണിട്ട്. അങ്ങനെ ഞങ്ങൾ പൂക്കളത്തിൻ്റെ അടുത്തെത്തി. വലിയ പൂക്കളം ആയിരുന്നു വടക്കുന്നാഥൻ്റെ മുന്നിലുണ്ടായിരുന്നത്. നമ്മൾ തൃശ്ശൂർകാരായിട്ട് തൃശ്ശൂരിൻ്റെ വടക്കുന്നാഥൻ്റെ ആ പൂക്കളം കണ്ടില്ലെങ്കിൽ എന്താ കാര്യം. അതുകൊണ്ട് എന്തായാലും പൂക്കളം കാണാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ പൂക്കളം കാണാണ് കേട്ടോ. സ്വത്ത് നല്ല കുട്ടിയായിട്ട് നിലത്ത് നിന്ന് കണ്ട് നിധി അച്ഛ എടുക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് നിധീനെ അച്ഛൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. നിധിക്ക് ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ പൂക്കളം കണ്ടൊക്കെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്, എല്ലാവരും വരുന്നു, ഫോട്ടോ എടുക്കണു, വീഡിയോ എടുക്കണു, പോണു, പിന്നെ ആൾക്കാർ വരുന്നു. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂക്കളം കണ്ടൊക്കെ ഇറങ്ങി. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് പൂ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൂ മേടിക്കാൻ നിൽക്കുകയാണ്. അച്ഛതേ പൂവൊക്കെ മേടിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്ത് പൂ കണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ബലൂൺ വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു വാശിയും പിടിച്ചിരിക്കുകയാണ്. തക്കുടു ഉറങ്ങി എണീറ്റു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ.